നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. എല്ലാവരുടെ മുന്നിൽ വെച്ചും എനിക്ക് ഒപ്പിടാൻ പറ്റില്ല എന്ന് തെളിയിച്ചാലല്ലേ ചേട്ടാ എനിക്കെന്തോ കുഴപ്പമുണ്ടെന്ന് വരുത്തി തീർക്കാൻ പറ്റും. ആക്സിഡന്റിന് ശേഷം എനിക്ക് മനോനില തെറ്റിയെന്നും ഇപ്പൊ സ്വന്തം ഒപ്പ് പോലും മറന്നുപോയവളാണെന്ന് വരുത്തി തീർക്കാം. ആശ്രമത്തിലെ ബാങ്ക് അക്കൗണ്ട് അടക്കം എല്ലാം വസന്തനങ്ങളിലും മധുവാന്റിക്കും സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യാലോ. അതെ, മനുഷ്യനായ കാശിന് ഇത്രയും ആർത്തി പാടില്ലല്ലോ. ആർത്തിയോ? എനിക്കോ? അത് ഞാൻ വിചാരിച്ചിട്ടില്ല. അങ്കിള് പിന്നെ എന്ത് വിചാരിച്ചാ എന്റെ ഒപ്പിനെ പരീക്ഷിക്കാൻ നടക്കുന്നു? 2 ദിവസം ആയാലും ഇത് തുടങ്ങിയിട്ട്. ഇവിടെ എന്തൊക്കെയാ മാതിരി നടക്കുന്നത്? നീ ഇതൊന്നും കാണുന്നില്ലേ? എന്റെ ഏറ്റവും വലിയ വിഷമം അതാച്ചമ്മേ. അമ്മയും ഇവർക്ക് സപ്പോർട്ടാ. അയ്യോ മോളെ, ഞാൻ വേണ്ട അമ്മ, അമ്മ ഒന്നും പറയണ്ട. അന്ന് ഞങ്ങൾ സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കേട്ടു എന്ന് ഞാൻ പറഞ്ഞു പോയത് മുതൽ അമ്മ പകയോടെ എന്നോട് പെരുമാറുന്നേ. അയ്യോ അങ്ങനൊന്നും പറയല്ലേ മോളെ. ഞാൻ അങ്ങനെ മനസ്സ വാച പെരുമാറിയിട്ടുണ്ടോ? മതി, നിർത്ത്. എല്ലാവരുടെ മുന്നിൽ നാടകം കളിച്ച് കരച്ചിലും ബഹളവും ഉണ്ടാക്കി കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് പരിപാടിയെങ്കിൽ അതിനി ഇവിടെ നടക്കില്ല. ആദ്യം ചെക്കിൽ ഒപ്പിട്, എന്നിട്ട് മതി ബാക്കി സംസാരം. നോക്ക്, ഈ ഒപ്പ് മതിയൊന്ന്. എന്താ ഇപ്പൊ ബോധ്യായോ എല്ലാവർക്കും? എന്റെ ശബ്ദം ശരിയല്ല, വസ്ത്രം ശരിയല്ല, ഒപ്പ് ശരിയല്ല. നിങ്ങളൊക്കെ കൂടി എന്താ വരുത്തി തീർക്കാൻ നോക്കുന്നത്? ഞാൻ ശരിക്കുള്ള പൂജയല്ലെന്നോ? ഞാൻ മടുത്തു അച്ഛമ്മ. ഇവർക്ക് എന്നോട് പഴയ പോലെ സ്നേഹവും അടുപ്പവും ഒന്നുമില്ല. വിശ്വനാഥൻ അച്ഛൻ ആശ്രമവും സ്വത്തുക്കളും മുഴുവൻ എന്റെ പേരിൽ എഴുതി വച്ചപ്പോ മുതലുള്ളതാ ഇത്. ആ അപകടത്തിൽപ്പെട്ട് ഞാനങ്ങ് മരിച്ചു പോയാൽ മതിയായിരുന്നോ? തിരിച്ചു വരേണ്ടിയിരുന്നില്ല. മോളെ കരയാതിരിക്കും മോളെ. വസന്ത, എന്താ വസന്ത ഇതൊക്കെ? അല്ലമ്മേ, അത് പൂജയുടെ സ്വഭാവത്തിൽ മാറ്റം കണ്ടപ്പോ. മാറ്റോ? മാറ്റം വന്നത് നിങ്ങളുടെ മനസ്സിലാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? നീയും ഇവരോടൊപ്പം ചേർന്ന് ഓരോന്ന് കാണിക്കാൻ തുടങ്ങിയ മാതിരി. അയ്യോ അമ്മേ, എനിക്ക് പൂജമോളോട് സംശയമൊന്നുമില്ല. ഇനി മേലാൽ ഇവിടെ ഇങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല, കേട്ടല്ലോ? അർജുൻ, പൂജയെ കൊണ്ട് മുറിയിലോട്ട് വയ്ക്കും. അതെ, ഈ കുടുംബത്തിൽ എല്ലാവരും ഒന്നിച്ച് നിൽക്കണമെന്ന് മാത്രമേ ഇവിടെ ഇത്ര നാളും ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്നിട്ടിപ്പോ ആക്സിഡന്റിന് ശേഷം ഇവിടെ ഓർമ്മയ്ക്ക് ഒരു ചെറിയ പ്രശ്നം പറ്റി കഴിഞ്ഞപ്പോഴേക്കും അത് മുതലെടുത്ത് പഴയ പക വീട്ടാൻ നടക്കുകയാണ് നിങ്ങളെങ്കിൽ എനിക്കും വായി തുറന്ന് എന്തെങ്കിലും പ്രതികരിക്കേണ്ടി വരും. പറഞ്ഞില്ല എന്ന് വേണ്ട. പൂജ, അമ്മേ, ഞങ്ങള് മതി, ഇനി കൂടുതലൊന്നും പറയണ്ട. ഒറ്റതിന് സിഐഡി കളിക്കുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ, ഇനി ഈ വീട്ടിൽ ആരും കാണിക്കണ്ട, കേട്ടല്ലോ? തെളിഞ്ഞു വരുന്ന കുളം പോലെ ആയിപ്പോയി ഈ വീട്. എന്തിനാ മധു ഇനിയും ചെളി കലക്കാൻ നോക്കുന്നേ? കണ്ടില്ലേ, ഇപ്പൊ ഞാൻ കൂടി അവൾക്കെതിരാണെന്നാ പറച്ചില്. വെറുതെ ഇനി ഓരോന്ന് പറഞ്ഞുണ്ടാക്കാൻ നോക്കല്ലേ മധു. വസന്തേട്ടാ,
മതി വസന്തേട്ടാ, ചിലപ്പോ എല്ലാം വസന്തേട്ടന്റെ തോന്നലായിരിക്കും. ആയിരിക്കും. പക്ഷേ അത് എന്റെ മനസ്സ് എന്നോട് പറയണം. അത് പറയാത്തവരെ ആ സംശയം അവിടെ തന്നെ ഉണ്ടാവും. ഉറപ്പ്. എടോ, താൻ ഈ കാര്യത്തിൽ ഇങ്ങനെ വിഷമിക്കാൻ തുടങ്ങിയാൽ എങ്ങനെയാ? പിന്നെ വിഷമിക്കാതെ. ഇത് അത്ര ചെറിയ കാര്യമാണെന്നാണോ അജുവേട്ടൻ വിചാരിച്ചിരിക്കുന്നത്? ഇത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള നീക്കമാണെന്ന് എനിക്കറിയാം. എന്നെ പുകച്ച് പുറത്ത് ചടിക്കാൻ വസന്തരങ്ങൾ നടത്തുന്ന നാടകം ഇതൊക്കെ. കൂടെ സപ്പോർട്ട് ചെയ്യാൻ കുറെ പേരും. തന്നെ പോച്ച് പുറത്തേ അടിക്കേ? അതിന് ആർക്കെങ്കിലും കഴിയുമെന്നത് എനിക്ക് തോന്നുന്നുണ്ടോ? അത് എളുപ്പമല്ലെന്ന് അവർക്കും അറിയാം. അതുകൊണ്ടാ ഞാൻ കള്ളിയാണെന്ന് തെളിയിക്കാനുള്ള ഏർപ്പാടുകളുമായിട്ട് ഇവിടെ പണി തുടങ്ങിയത്. കള്ളിയാണെന്ന് തെളിയിക്കാനോ? അതെ അജുവേട്ടാ. ആക്സിഡന്റിന് ശേഷം എനിക്ക് പല കാര്യങ്ങളും വ്യക്തമായിട്ട് ഓർമ്മയില്ലെന്ന് അവർക്കറിയാം. അതിന്റെ മറവിൽ എനിക്കെന്തോ വലിയ അസുഖമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് വസന്തരങ്ങളും മധു അനിയും കൂടെ നടത്തുന്നത്. അതുകൊണ്ട് അവർക്കെന്ത് നേട്ടം? ആശ്രമത്തിന്റെ മുഴുവൻ ചുമതലകളും അവരുടെ കയ്യിൽ വന്ന് ചേരില്ലേ? അതിന്റെ കണക്കുകള് മറ്റാരെങ്കിലും കാണിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഇന്നലെ ഞാൻ കണക്കുകൾ ചോദിച്ചത് മുതൽ വസന്തരങ്ങളുടെ ടെൻഷനും വെപ്രാളവും ഞാൻ കാണുന്നില്ലെന്നാണോ അജുവേട്ടൻ വിചാരിച്ചിരിക്കുന്നത്? ആ കണക്കുകൾ മുഴുവൻ ശരിയായതുകൊണ്ടൊന്നുമല്ല ഇന്ന് ഞാൻ ഒപ്പിട്ട് കൊടുത്തത്. പക്ഷേ അതേക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങിയ ഞാൻ അടുത്ത പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന പേരില് എനിക്കെതിരെ വീണ്ടും തുടങ്ങും. അത് ഒഴിവാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. എടോ, ചിലപ്പോ താൻ കാര്യങ്ങളെ എക്സാജറേറ്റ് ചെയ്ത് മനസ്സിലാക്കുന്നതായി കൂടെ. അജുവേട്ടന് വീട്ടുകാരുടെ തെറ്റുകൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. അതോ ഞാൻ ഇത്രയും കാലമായിട്ടൊന്നും പറയാതിരുന്ന. ഈ വീട്ടിലെ പലർക്കും അവരുടേതായ അജണ്ടകൾ ഉണ്ട് അജുവേട്ടാ. അച്ഛമ്മ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇതുവരെ അത് പലർക്കും പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല എന്നേ ഉള്ളൂ. ഇപ്പൊ എന്റെ ആക്സിഡന്റ് ഒരവസരമായിട്ടാ മധു എന്റെയും വസന്തരങ്ങളും കൂടെ കണക്കാക്കുന്നത്. അജുവേട്ടൻ നോക്കിക്കോ, കുറച്ചുകൂടെ കഴിയുമ്പോ അവര് ഞാനല്ല പൂജ എന്ന് വരെ പറഞ്ഞു കളയും. താനെന്ത് വിഡിത്തമായി പറയുന്നത്? വിഡിത്തം അല്ല, ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് അതായിരിക്കും. പതിയെ പതിയെ ഞാൻ ഈ വീട്ടിലെ ആരുമല്ലെന്ന് അവര് പറഞ്ഞുണ്ടാക്കും. ദേ, ഇപ്പൊ വസന്തരങ്ങൾ ചോദിച്ചത് കേട്ടില്ലേ, ഒപ്പ് പോലും മറന്നുപോയോന്ന്. പക്ഷെ താൻ ഒപ്പിട്ട് കൊടുത്തല്ലോ. അതുകൊണ്ട് തൽക്കാലം വായടഞ്ഞു. പക്ഷെ ഇനി അവര് വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അജുവേട്ടന്? എന്റെ സങ്കടം അമ്മ ഇതൊക്കെ കണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോഴോ? ഞാൻ പറഞ്ഞത് അജുവേട്ടന്റെ അമ്മയുടെ കാര്യമാ. അന്ന് ഒളിച്ചു നിന്ന് നമ്മുടെ സംസാരം കേൾക്കാൻ വന്നപ്പോഴേ ഞാൻ അജുവേട്ടനോട് പറഞ്ഞതല്ലേ, കേട്ടില്ല. ഇന്നിപ്പോ കണ്ടില്ലേ, അവരെ എതിർത്ത് ഒരു വാക്ക് പോലും പറഞ്ഞു അമ്മ. അമ്മയ്ക്ക് തന്നെ സംശയമൊന്നുമില്ലെന്ന് പറഞ്ഞതാണല്ലോ. അച്ഛമ്മ ചോദിച്ചപ്പോ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ അജുവേട്ടാ. അമ്മയും മനസ്സുകൊണ്ട് അവരുടെ കൂടെ തന്നെയാ. എന്താടോ ഇങ്ങനെയൊക്കെ പറയുന്നേ? അതെ, എനിക്ക് ഉറപ്പാ. അല്ലെങ്കിൽ ആദ്യമേ തന്നെ അമ്മ അവരെ എതിർത്ത് സംസാരിച്ചേനെ. ഇന്നിപ്പോ അതുണ്ടായില്ലല്ലോ. എടോ, ഞാനൊരു കാര്യം പറയട്ടെ, താനേ അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ മനുഷ്യർക്ക് അപകടം പല രീതിയിലാണ് അഫക്റ്റ് ചെയ്യുക. എനിക്കത് ശരീരത്തിലെ ചതവും മുറിവും എല്ലുകളിലെ പൊട്ടലൊക്കെ ആയിട്ടാണ് അനുഭവിക്കേണ്ടി വന്നത്. തനിക്ക് പക്ഷേ അതങ്ങനെയല്ല. അജുവേട്ടൻ എന്താ പറഞ്ഞു വരുന്നേ? ദേ കണ്ടില്ലേ, ഇത് മുഴുവനൊന്ന് കേൾക്കാനുള്ള ക്ഷമ പോലും ഇപ്പൊ തനിക്കില്ല. അജുവേട്ടൻ പറയൂ. എടോ, താൻ പറഞ്ഞ പോലെ വസന്തരങ്ങളിലും മധുവാന്റിക്കും എല്ലാം അവരുടേതായ അജണ്ടകൾ ഉണ്ടായിരിക്കും, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതൊരു പ്രശ്നമായിട്ട് തനിക്കിപ്പോ തോന്നുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ആ അപകടം തന്റെ മനസ്സിൽ അത്രയ്ക്ക് വലിയ ആഘാതമാണ് ഏൽപ്പിച്ചത്. അതുകൊണ്ട് തനിക്കിപ്പോ എല്ലാവരെയും പേടിയുമാണ്. എല്ലാവരും തനിക്കെതിരെ വരുന്നവരാണെന്ന തോന്നലുമാണ്. എന്തിന്? എന്നെ പോലും തനിക്ക് ചില സമയത്ത് പേടിയാ, അല്ലേ?